സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ മുന്നേ നോക്കി എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നോക്കിയത്. അതിലൊരു യൂണിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം. ഓക്കെ, എന്താണ് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? Majority of the policy makers understand the need to identify the entities and instruments which facilitate growth of entrepreneurship in a state or location. എന്ന് വെച്ചാൽ എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, മെജോറിറ്റി എൻ്റർപ്രൈസസും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും വ്യവസായം തുടങ്ങുമ്പം അത് എന്തിനും കൂടി ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കണം? ഒരു സ്റ്റേറ്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റി. ഓരോ ലൊക്കാലിറ്റി എന്നാണ് ഓരോ സ്റ്റേറ്റ്, പിന്നെ ഓരോ കൺട്രി, നമ്മൾ അങ്ങനെ പറഞ്ഞല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പം ഒരു ലൊക്കാലിറ്റിയിലോ ഒരു സ്റ്റേറ്റിനോ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഒരു എക്കോ സിസ്റ്റം, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റീനെ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനെ ഗ്രോത്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക ഫെസിലിറ്റേറ്റ് ഇൻസ്ട്രുമെൻറ്റിനെ, ഒരു എൻറ്റിറ്റീസിനെയാണ് നമ്മൾ എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ്, വാട്ട് ഈസ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസസ്. ഓക്കെ, ഇപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് എൻ്റർപ്രണർ എക്കോസിസ്റ്റം എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നോക്കി. ഇനി നോക്കുന്നത് എൻ്റർപ്രണർഷിപ്പും എൻ്റർപ്രൈസും. ഇത് മൂന്ന് സാധനങ്ങളാണ്. എന്താണെന്ന് നോക്കാം. മൂന്ന് ടൈപ്പ് ആണെങ്കിൽ, പേര് ടൈപ്പ് ആണെങ്കിലും ഏകദേശം ഒരുപോലെ. അതെന്ന് വെച്ചാൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? എൻ്റർപ്രണർ ഈസ് എ ക്ലാസിക് ടേം. അതായത് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണർ ആസ് എ ബിസിനസ് ഫൗണ്ടർ ആൻഡ് എ സ്മോൾ ബിസിനസ് ഓണർ അല്ലേ. ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ചെറിയ ബിസിനസ്സിൻ്റെ ഓണറായാലും ശരി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബിസിനസ് തുടങ്ങുന്ന ആളല്ല, ഒരു വലിയ ബിസിനസ് ആയാലും ശരി ചെറിയ ബിസിനസ് ആയാലും ശരി, അത് ആരാണോ ഹു സ്റ്റാർട്ടഡ് ദാറ്റ് ബിസിനസ്, ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് എൻ്റർപ്രണർ അല്ലേ. അപ്പം അതായത് ആരാണോ ബിസിനസ്സിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥാപനം ആരാണോ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഓണർ ആരാണോ അയാൾ നമ്മൾ എൻ്റർപ്രണർ എന്നാണ് പറയുന്നത്. നമ്മൾ ഓണേഴ്സ് എന്നൊക്കെ കോമൺ പറയുമെങ്കിലും ശരിക്കും അതിൻ്റെ ക്ലാസിക് ടേം എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണർ എന്നാണ് അതിനെ പറയാം. ഈ എൻ്റർപ്രണർ ആരായിരിക്കണം? എവറി ബിസിനസ് ഫൗണ്ടർ ഓർ ഓണർ മേ നോട്ട് നെസസറി ബി എൻ എൻ്റർപ്രണർ. ദേ ആർ ദ വിഷണറീസ് ആൻഡ് ദ റിസ്ക് ടേക്കേഴ്സ് ആൻഡ് ഇൻവെന്റ് അല്ലേ. ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു വിഷണറി ഉള്ള ആളായിരിക്കണം, ഒരു ഇന്നോവേറ്റർ ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഒരു റിസ്ക് ടേക്കറും കൂടി ആയിരിക്കും. അതായത് ആ ബിസിനസ് അയാൾ എന്താണോ റൺ ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെടാനും കൊണ്ടു നടക്കേണ്ട ഒരാളാണ് ഈ എൻ്റർപ്രണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രണർക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ ഒരു ഇന്നോവേറ്റീവ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, പ്രോബ്ലം സോൾവിങ് മേക്കർ ആയിരിക്കണം, പാഷനേറ്റ് അബൌട്ട് ദെയർ ബിസിനസ് ആയിരിക്കണം, അയാളുടെ ബിസിനസ് എന്താണോ അതിന് പാഷനേറ്റ് ആയിരിക്കണം, ഒരു ലീഡർ ആയിരിക്കണം, ഒരു ഡിസിഷൻ മേക്കർ ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ, ഒരു സ്ഥാപനത്തിൻ്റെ ഓൾ ഇൻ ഓൾ ആയിരിക്കണം അയാളെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? Entrepreneurship is what an entrepreneur does including the process and ways of doing it. ചെറിയ സിമ്പിൾ ടേമിൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർപ്രണർ എന്താണോ അതിൽ ചെയ്യുന്നത് അല്ലേ, ഒരു എന്താണോ അയാൾ ഒരു ആ സ്ഥാപനത്തിൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എന്ത് ബിസിനസ്സാണോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണോ അതിൽ നടത്തുന്നത് ആ അതിനെയാണ് നമ്മൾ പറയുന്നത് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ദ വേസ് ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ദ എൻ്റർപ്രണർ ഈസ് എ സെൻട്രൽ ടു എൻ്റർപ്രണർഷിപ്പ് ആൻഡ് എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെയും ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് എൻ്റർപ്രണർ ആയിരിക്കും. ഓക്കെ, ഒരു എൻ്റർപ്രണർഷിപ്പ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് ഇന്നോവേഷൻ അല്ലേ. ഒരു എൻ്റർപ്രണർഷിപ്പിന് ഒരു കൃത്യമായൊരു ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം, ഓരോരോ അപ് ടു ഡേറ്റ് ആയിട്ട് മാറ്റങ്ങൾ ഇന്നോവേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ദെൻ പർപ്പസ്ഫുൾ ഓർ ഓർഗനൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഫോക്കസ് ഓൺ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ ചേഞ്ചസ് ഓഫ് ഇക്കോണമിക് ആൻഡ് സോഷ്യൽ ഇന്നോവേഷനും ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ എൻ്റർപ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റർപ്രണർ നോക്കി എൻ്റർപ്രണർഷിപ്പ് നോക്കി ദെൻ നോക്കുമ്പോൾ എൻ്റർപ്രൈസ് ആണ്. വാട്ട് ഈസ് എൻ്റർപ്രൈസ്? Enterprise is the outcome. Once formed, transacts products and services, creates employment opportunities and contributes to the national income of the state. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഒരു നാഷണൽ ഇൻകം കോൺട്രിബ്യൂട്ട്. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ ടേമാണ് എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്.
എൻ്റർപ്രണർഷിപ്പിനേക്കാളും കുറച്ചുകൂടി വൈഡർ ടേമാണ്. അതായത് ഒരു സ്റ്റേറ്റിലേക്ക് ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു നമ്മൾ എന്ത് പ്രോഡക്റ്റിൻ്റെ സർവീസസ് ആണോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിനാണ് നമ്മൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അത് കാരണം എന്താവും, ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഓവറോൾ നാഷണൽ ഇൻകത്തിലേക്ക് നമുക്ക് ആ എൻ്റർപ്രൈസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഒരു അറ്റ് ദ സെയിം ടൈം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ എന്താണ് ഔട്ട്കം, അയാൾ ഒരു വൺസ് ആയിരിക്കും ഒരു എൻ്റർപ്രൈസ് സ്ഥാപിക്കുക. അപ്പോൾ അതിൽ നിന്ന് കൂടി എന്താക്കും, ഒരു പ്രോഡക്ട്സ് ആൻഡ് സർവീസസിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കും. അറ്റ് ദ സെയിം ടൈം ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, ഒരു നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എക്കോസിസ്റ്റം. അതായത് എന്ത് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം? In the entrepreneurship ecosystem means various constitute like entrepreneurs, organizational stakeholders, employees and other individuals and organization etc. which facilitates or limit the development of enterprise in location, region and interest. അതായത് നമ്മളിപ്പം പറഞ്ഞതുപോലെ എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൊക്കേഷൻ്റെയോ ഒരു സ്റ്റേറ്റിൻ്റെയോ ഗ്രോത്ത്, അതായത് എക്കോ ഫ്രണ്ട്ലി മീൻസ് അങ്ങനെയല്ല, ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ, നമ്മൾ എന്ത് വ്യവസായം തുടങ്ങിയാലും അത് എക്കോ സിസ്റ്റം എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത്, അതിനുണ്ടാവുന്ന ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷന് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതേപോലെ എംപ്ലോയീസ്, ദെൻ ഓരോ ഇൻഡിവിജ്വൽസ്, അവരൊക്കെ എന്താ ഈ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ ഗ്രോത്തിൻ്റെയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫെസിലിറ്റി, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എക്കോ സിസ്റ്റം എൻ്റർപ്രണർഷിപ്പ്. എക്കോ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ സ്റ്റേറ്റ് ഓർ ലൊക്കേഷൻ മെൻഷൻ ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു ഗ്രോത്തിനെയാണ്. ഓക്കെ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റർപ്രണേഴ്സ് ആയാലും ശരി, ഇൻഡിവിജ്വൽസ് ആയാലും ശരി, ഒരു ഓർഗനൈസേഷൻ ആയാലും ശരി, എന്ത് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ടു ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ദി എന്ത് സ്റ്റേറ്റ് ഓർ ലൊക്കേഷനാണ് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എൻ്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം ഉണ്ട്. ഇപ്പം എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം നോക്കി, എൻ്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ ആൻഡ് ഇക്കോണമിക് എൻവയോൺമെൻറ്റ് ദാറ്റ് എഫക്ട്സ് എൻ്റർപ്രണർഷിപ്പ്, അല്ലേ? അതായത് ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ സോഷ്യൽ ആൻഡ് എക്കോണമിക് എൻവയോൺമെൻറ്റ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? ഒരു എൻ്റർപ്രണർഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. It is an interaction amongst the set of independent actors and factors that lead to encourage, nurture and promote entrepreneurship. ഒരു ഏരിയയിലെ എൻ്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് എന്തൊക്കെയാണ്? അതിൻ്റെ നാച്ചർ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ നേച്ചർ, അതിനെപ്പോലെ തന്നെ പീപ്പിൾ ഇൻട്രസ്റ്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു ഏരിയയുടെ, ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഏരിയയുടെ ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യാൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അതാണ് എൻ്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റം. ഒരു എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റത്തിന് എഫക്റ്റ് ചെയ്യുന്ന, നമ്മൾ എൻ്റർപ്രണറിയൽ നോക്കുന്നുണ്ട്, എൻ്റർപ്രണർഷിപ്പ് നോക്കിയിട്ടോ. ദെൻ ഇൻ എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റത്തിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫസ്റ്റ് വൺ പോളിസി. What is policy? The government regulatory dominant plays a vital role in deciding the structure of entrepreneurial ecosystem to the next. അതായത് പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസ് ഉണ്ടാവും, അല്ലേ? ഏതൊരു എൻ്റർപ്രണർ സ്ഥാപനത്തിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു വയ്ക്കും. അപ്പോൾ അതെന്താ, ഒരു പോളിസി, അതായത് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, റെഗുലേറ്ററി സർവീസസിനെയാണ് നമ്മൾ പോളിസി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്ത് ചെയ്യും, അത് ഈ എക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദെൻ ഫിനാൻസ് എന്താണ്? നോർമലി നമ്മൾ അറിയുന്ന കാര്യം എന്താ, സപ്ലൈ ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ എൻ്റർപ്രണേഴ്സ് ഈസ് എ ക്രൂഷ്യൽ നോട്ട് ഓൺലി ദ ഇനീഷ്യൽ ഇൻക്യുബേഷൻ സ്റ്റേജ് ദാറ്റ് ബട്ട് ഓൾസോ മെയിൻ ദ ഗ്രോത്ത് ഓഫ്, അല്ലേ? അതായത് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു എൻ്റർപ്രണർ നീഡ് ടു അക്വയർ മോർ റിസോഴ്സസ് ലൈക്ക് റിക്രൂട്ടിങ്, അല്ലേ? നമുക്ക് ഒരു എത്ര ആൾക്കാർ വേണം ഒരു സ്ഥാപനത്തിൽ നിലവിൽ, അപ്പം അത് റിക്രൂട്ട് ചെയ്യാനുള്ള റിസോഴ്സസിനെയാണ്, അതായത് അത് റിക്രൂട്ട് ചെയ്യാൻ എത്ര പീപ്പിൾസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലീസിങ്ങിന് എടുക്കുകയാണെങ്കിൽ റെൻറ്റിന് എടുക്കുക, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക്
അയാൾക്ക് ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനാണ് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഫിനാൻസ് എന്ന് പറയുന്നത്. ദെൻ കൾച്ചർ അല്ലേ, കൾച്ചർ എന്താണ്? കൾച്ചർ ഒരു എൻ്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ ഒരു ജനങ്ങളെ റീജിയന്, അതേപോലെ തന്നെ സോൾസ്, അതേപോലെ കൾച്ചറൽ സപ്പോർട്ട് ഓഫ് എൻ്റർപ്രണർഷിപ്പ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടും കൾച്ചറൽ സപ്പോർട്ടും ജനങ്ങളുടെ കൾച്ചറൽ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു വ്യവസായം അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പം കൾച്ചറും എന്താണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട് അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട്സും അത് അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സും. അതായത് നമുക്ക് ചിന്തിച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു ഏരിയയിൽ ഇവിടെ ഒരു സാധനം തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അതിനെ എല്ലാ ഏരിയയിലും നമ്മൾ ചെക്ക് ചെയ്തിട്ടേ നമ്മളൊരു വ്യവസായം തുടങ്ങുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ അല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, നമുക്ക് വാഹന സൗകര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻസും അതേപോലെ തന്നെ എന്താ പറയുക ഈസി ടു ആക്സസ് ഏരിയയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു വ്യവസായ എൻ്റർപ്രൈസസ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓരോ വ്യക്തി അതിൽ ആരൊക്കെ ഉണ്ടോ അയാളുടെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ മാർക്കറ്റ്സ് അല്ലേ, ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ടാക്കിയത്. മാർക്കറ്റ് മീൻസ് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അതിനൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം ഇത്രയും ഫാക്ടേഴ്സാണ് എന്തിനെ ഒരു എൻ്റർപ്രണറിയൽ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ദെൻ നമ്മൾ നോക്കുന്നത് ചാലഞ്ചസ്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് നോക്കി, ദെൻ എക്കോസിസ്റ്റത്തിൻ്റെ ചാലഞ്ചസ് നോക്കാം. ഇപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സോഷ്യൽ ആൻഡ് ലൊക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസ് ആണ് എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി, ദെൻ ചാലഞ്ചസ് എന്തൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് വൺ എന്താ, പോളിസി ബാരിയേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താ, പോളിസി എന്ന് പറഞ്ഞു. അപ്പം ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് റെഗുലേറ്ററിൻ്റെ സാങ്ഷൻസ് ഒക്കെ കിട്ടാനുള്ളൊരു ഡിലേ നമുക്കതെന്താണ്, അതൊരു ചലഞ്ചാണ്. പെട്ടെന്ന് തന്നെ സാങ്ഷനായി കിട്ടില്ല. അവരും എല്ലാം ഏരിയസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇതിലേക്ക് ഒരു സാധനം നമുക്ക് സാങ്ഷൻ തരുള്ളൂ. ഒരു വ്യവസായം ഒരു വ്യാപാരമൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മൾ കാണില്ല എല്ലാ സ്ഥാപനത്തിൽ ചെന്നാൽ ഒരു ഗവൺമെൻറ് ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. അപ്പം അതിൽ വരുന്ന ഒരു ഡിലേ എന്ന് പറയാം. അത് എന്ത് ചെയ്യുന്നു, അതേപോലെ ഇൻകം ടാക്സിൻ്റെ എഫക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പർ രീതിയിലായിരിക്കണം. അപ്പോൾ അതൊരു പോളിസി ബാരിയർ, ഒരു ചലഞ്ചാണ്. ദെൻ എന്താണ്, ആക്സസ് ടു ടെക്നോളജി ആൻഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇഷ്യൂസ് അല്ലേ. ടെക്നോളജീൻ്റെ ആക്സസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതായത് പിന്നെ ടെക്നോളജി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ വരുന്ന ഡിലേ, അതായത് ടെക്നോളജി ആക്സസ് ചെയ്യാനുള്ള ചിലപ്പോൾ എല്ലാ ഏരിയയിലും നമുക്ക് അത്രയും നെറ്റ്വർക്കിൻ്റെ ഒരു ഇപ്പം കുറേയൊക്കെ മാറി എല്ലാ ഏരിയയിലും ഡെവലപ്മെൻറ്റ് വന്നു. അപ്പം എന്നാലും ചില റൂറൽ ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവിടേക്കുള്ള ഒരു ടെക്നോളജീൻ്റെ ആക്സസ് കൊണ്ടുള്ള ഒരു ബാരിയറാണ്. ദെൻ എന്താണ്, പാറ്റൻറ്റ് ആൻഡ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആർ സം അതർ പ്രോബ്ലംസ് അല്ലേ. ഒരു കോപ്പിറൈറ്റ് കിട്ടുക, പാറ്റൻറ്റ് കിട്ടുക, അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും എന്താണ് അതൊരു ചലഞ്ചസ് ആണ്. ദെൻ ഇൻഡസ്ട്രിക് ചാലഞ്ചസ് മീൻസ് ലൈക്ക് സോഷ്യൽ ബയാസ് ടുവേർഡ്സ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കൾച്ചർ ഇതിലൊരു ഫാക്ടറാണെന്ന്, എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അതൊരു അറ്റ് ദ സെയിം ടൈം ഒരു ചാലഞ്ചുമാണ് അല്ലേ. അതായത് കൾച്ചറൽ എന്താ പറയുക കമ്മ്യൂണിറ്റീൻ്റെ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഇല്ലിറ്ററസി അല്ലെ. ജനങ്ങൾക്ക് അറിവുള്ള ആൾക്കാർക്ക് എന്താ പറയുക കുറച്ചും കൂടി നമ്മളെ കമ്മ്യൂണിറ്റീനെ പറ്റിയും റീജിയൻ എന്താണ് ഇതുകൊണ്ടെന്ന് പറയാം. അതല്ലാത്ത കുറച്ച് സം പീപ്പിൾസ് വെറും കമ്മ്യൂണിറ്റീസ് മാത്രം ഇതാക്കിയിട്ട് എന്താ പറയുക നമ്മളെ ചില വ്യവസായങ്ങൾ ബാൻ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂസ് വരുന്നത് എന്താണ്, അതൊരു ബാരിയറാണ്. അതേപോലെ ജനങ്ങൾക്ക് അറിവില്ലായ്മ, അതായത് ഇല്ലിറ്റർ ആകുമ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് എന്തിനാണെന്നുള്ളതും അത് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒക്കെ അത് ബാരിയറായിട്ട് വരും. പിന്നെ അതാണ് ഇൻട്രസ്റ്റിക് ചാലഞ്ചസ്. പിന്നെ എക്സെൻട്രിക് ചാലഞ്ചസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എന്താണ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ്, ലിമിറ്റഡ് മാർക്കറ്റ് ആക്സസ് ടു പൊട്ടൻഷ്യൽ മാർക്കറ്റ്, ഹ്യൂമൻ റിസോഴ്സസ് എല്ലാം എക്സെട്ര. അതായത് നാച്ചുറൽ ഇൻട്രസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഇല്ലിറ്ററസി, കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്, ഗ്രൂപ്പ്സ്,
ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ഇൻട്രസ്റ്റിക്കിൽ വരുന്നത്. എക്സിൻട്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നാച്ചുറലായിട്ട് ബന്ധപ്പെട്ടത്, ഹ്യൂമൻ റിസോഴ്സസായി ബന്ധപ്പെട്ടത്, മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ, അതായത് മാർക്കറ്റിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ചേഞ്ചസ്, അത്രയും കാര്യം എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അത്രയും ചാലഞ്ചസ് ആണ് എന്തിലുള്ളത്, ഈ എക്കോസിസ്റ്റം ചാലഞ്ചസിൽ വരുന്നത്.